ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വിഗ്രഹക്കടത്ത് നടന്നിട്ടുണ്ടെന്ന് വ്യവസായി തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 24നോട്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ സ്രാവുകളുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഏത് ഏജൻസി വന്നാലും LDFന് ഭയമില്ല എന്നായിരുന്നു M സുരാജിന്റെ പ്രതികരണം. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതതല ഇടപെടലുണ്ടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വ്യവസായി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത് അന്വേഷണം ദുർബലപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ്. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലായിരുന്നു പ്രതികരണം. SIT അന്വേഷണം നല്ല രീതിയിലാണ്. അന്താരാഷ്ട്ര ബന്ധമുള്ളതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം. ഇതിന്റെ പേരിൽ വലിയ മാഫിയ ഉണ്ട്. ആ മാഫിയയുടെ പ്രവർത്തനം കണ്ടെത്തണം. ഈ കേസ് CBI കോടതിയുടെ നിയന്ത്രണത്തിൽ നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നതായിരിക്കും ഉത്തമം. ശബരിമലയെ സംബന്ധിച്ച് CPIMന് തെറ്റുപറ്റിയിട്ടില്ലെന്നും ലോകത്തിലെ ഏത് അന്വേഷണ ഏജൻസി വന്നാലും എതിരല്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സുരാജ്. രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ ആരെയും സംരക്ഷിക്കില്ലെന്നും M സുരാജ്. ലോകത്തിലെ ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നും വിശ്വാസികളുടെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകരുതെന്നും ഉള്ള ഉറച്ച അഭിപ്രായമാണ് എല്ലാ സമയത്തും ഞങ്ങൾക്കുള്ളത്. അന്വേഷണത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ടെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സർക്കാരിന് നേരത്തെ അറിയാവുന്നതാണ്. എല്ലാ പ്രതികളും കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് മൊഴി നൽകിയിട്ടും ആ വഴിയിൽ അന്വേഷണം നീങ്ങിയില്ലെന്നും K സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഈ സർക്കാർ അന്വേഷണ സംഘം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? പ്രശാന്തിലേക്കോ കടകംപള്ളിയിലേക്കോ കടന്നാൽ എന്ത് നിറം മാറ്റമായിരിക്കും ഭരണം കയ്യിൽ തന്നെയുള്ള CPMന് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ ഗവേഷണ ബുദ്ധിയൊന്നും വേണ്ട. ആരാധനാലയങ്ങളിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കമ്മീഷനെ വെക്കണമെന്ന് സാംസ്കാരിക പ്രവർത്തകൻ MN കാരശ്ശേരി പറഞ്ഞു. മുസ്ലിം ദേവാലയങ്ങളെ സംബന്ധിച്ചും ക്രിസ്ത്യൻ ദേവാലയങ്ങളെ സംബന്ധിച്ചും ഹിന്ദു ദേവാലയങ്ങളെ സംബന്ധിച്ചും സമഗ്രമായി അന്വേഷിക്കുന്ന, അതിന് ഉത്തരവാദിത്തമുള്ള, കഴിയുന്ന വേഗം അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു കമ്മീഷനെ കേരള ഗവൺമെന്റ് നിയമിക്കണം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.